എന്ത് ഞാൻ വന്നപ്പോ എല്ലാരും മിണ്ടാട്ടമൊക്കെ നിർത്തിയേ? ഓ മിണ്ടത്തില്ലായിരിക്കുമല്ലോ അല്ലെ? ഇതിപ്പോ ഒരു സമരത്തിനുള്ള ആൾക്കാരുണ്ടല്ലോ അടുക്കളയില്. ഇനിയിപ്പൊ എന്റെ സഹായത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇല്ല. അമ്മായി വരുന്നില്ലേ? നീ ചെല്ല്, ഞാൻ വരാം. എന്നാ ശരി. അമ്മ, കിച്ചണിൽ നിങ്ങൾ 3 പേരുണ്ടല്ലോ, നിങ്ങളെ സഹായിക്കാൻ സിദ്ധു ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടാ? പോന്നതൊക്കെ കൊള്ളാം. ഇവിടെ നമ്മൾ ലച്ചുവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ ചെന്ന് വിളമ്പാൻ നിക്കല്ലേ. എന്റെ പൊന്നമ്മ, ഞാൻ ഇതൊന്നും പറയാൻ പോണില്ല. ഇനി കുറച്ചേരം കൂടെ ഞാൻ ഇവിടെ ഇരുന്ന എന്റെ വായിന്ന് എന്തെങ്കിലും വീഴും. എന്നിട്ട് എന്തെങ്കിലും വലിയ അടിയായി കഴിഞ്ഞാൽ പറയും ലച്ചുവിനെ പറ്റി ഗൗരി ഇതൊക്കെ പറഞ്ഞു. എനിക്കിതൊന്നും കേൾക്കാൻ വയ്യ, ഞാൻ പോട്ടെ. கௌரிக்கு லெச்சுனா ரொம்ப உசுறு, அதனால எஸ்கேப் ஆயிட்டா. അവരടയും ചക്കരയല്ലയോ. ഉമ്മ ചിലപ്പോഴേ ലച്ചൂസ് അവിടെ തന്നെ നിപ്പുണ്ടാവും. നമ്മൾ ഇവിടെ എന്താ സംസാരിക്കുന്നത് അറിയാൻ വേണ്ടി. അവൾ ആരാ മോള്? അതെ അതെ. അവക്ക് ഏത് കാര്യത്തിനും എപ്പോഴും ജയിക്കണം എന്നൊരു ഒറ്റ മൈൻഡേ ഉള്ളൂ. അത് തന്നെ ഉള്ളൂ. അതിനിയിപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായോണ്ടല്ലോ, അവിടെ കാര്യമാണെങ്കിൽ പോലും അവൾ ആരുടെ മുമ്പില് ഒന്നും തലകുനിക്കത്തില്ല. പ്രത്യക്ഷത്തില് നല്ല അഹങ്കാരമുണ്ട്, നല്ല അഹങ്കാരം. சித்து சில டைம்ல எனக்கு அவளை பார்த்தா அப்படியே நடுங்கும். നടുങ്ങുന്നാ? പേടിക്കുന്നാണോ ഉദ്ദേശിച്ചേ? ആന്റി ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ പേടിക്കുമ്പോഴാണ് അവളെ തലേ കയറി ഇരിക്കുന്നത്. ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടാ. അതെ, അവക്ക് കുറച്ച് അഹങ്കാരമുണ്ട്, പക്ഷെ എന്നാ സ്നേഹമുണ്ട്. പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ പിടിച്ചാ കിട്ടത്തില്ല. ഒരു ദിവസം പടവലത്ത് വന്നു. +2 പഠിക്കുമ്പോഴാ. 2 ദിവസം നിൽക്കാൻ വേണ്ടി അവിടെ വന്നതാ. വന്ന് അവൾ എന്തോ ഒരു കുരുത്തക്കേട് കാണിച്ചു. എനിക്ക് എന്റെ ദേഷ്യം വന്ന് ഞാൻ ഒരെണ്ണം വെച്ചു കൊടുത്തു. എന്റെ ദൈവമേ, എവളെ ആ ബാഗ് കൊടുത്തിട്ട് ഒറ്റ പോക്ക് അവളിങ്ങി പോരുന്നു. പറമ്പിൽ നിന്ന് അപ്പൂപ്പനെ പിന്നെ ഞാൻ വിളിച്ചു വരുത്തി. അപ്പൊ എന്തുവാ, അവള് ബസ് സ്റ്റാൻഡിൽ ചെന്ന് നിൽക്കുന്നു. പിന്നെ അവിടുന്ന് പിടിച്ചു വലിച്ചോണ്ട് വന്നത്. അത്ര വാശി അവക്ക്. എന്റെ അമ്മമ്മ ഇതേപോലൊരു അനുഭവം കുഴിപ്പളത്തുണ്ടായിട്ടുണ്ട്. അമ്മ ഏതാണ്ട് പറഞ്ഞിട്ട് ഇവള് മുറി കയറി ഡോർ അടച്ചു. എന്നിട്ട് അവിടെ കിടന്ന് വിഷയം എന്ന് പറഞ്ഞ മുട്ട വിഷയം. ഞാൻ അവിടെ കൈയും കാലും പിടിച്ചിട്ട് അവിടെ പിടിച്ചു നിർത്തി അവളെ. അവൾ ഇങ്ങോട്ട് പറഞ്ഞിട്ട് വാശി കൊണ്ട് പിടിച്ചെന്ന്. ചില സമയത്ത് സഹിക്കാനേ പറ്റത്തില്ല. എന്തോ ചെയ്യും, ഇങ്ങനായ എന്തോ ചെയ്യും നമ്മള്. கோவத்துல நம்ம ஏதாவது ஒண்ணு சொன்னா கேசுட்ட நம்ம கோவத்துல ஏதாவது ஒண்ணு சொன்னா அவன் கேட்கவே மாட்டான். ஆனா பாசத்துல அவன்கிட்ட ஏதாவது சொன்னா அவன் எல்லாம் கேட்பான். അത് തന്നെ പാറുവിനോടാണെങ്കിലും ശിവയോടാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കാവുന്നേ. ചിലരോടൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല മോനെ. നമ്മൾ ഇവിടെ എന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മനഃപൂർവ്വമാണ്. അത് ഉറപ്പല്ലേ? நான் ஏதாவது அவளை பத்தி சொல்ல வாய் எடுத்து நான் கரெக்டா முன்னாடி வந்து நிப்பா. என்ன பேசாம இருந்தா போதும், அது என் மூளைக்கு ஏக்கவே ஏக்காது.